ഹലോ മുതലാളി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ വിചാരിച്ച എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നുമില്ലേലും ഏകദേശം 1 വർഷത്തോളം ഞാൻ ഈ ഒരു ഗ്യാരേജിൽ പണിയെടുത്തല്ലേ. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ? എടാ മോനെ, നിനക്ക് എന്ത് ഹെൽപ്പാടാ വേണ്ടത്? നീ അത് പറ. ഇന്നിപ്പോ എങ്ങനെയാ പറയുന്നേ? എന്തായാലും ഞാൻ നാളെ പറയാം മുതലാളി. എടാ മോനെ, നീ ഞങ്ങളോട് ഇന്നലെ എന്തോ ഹെൽപ്പൊക്കെ ചോദിച്ചായിരുന്നല്ലോ. എന്നിട്ട് ഇതുവരെ ആയിട്ട് ആ കാര്യം നീ പറഞ്ഞില്ലല്ലോ. എന്ത് ഹെൽപ്പാടാ നിനക്ക് വേണ്ടത്? നീ തുറന്നു പറഞ്ഞോ. ആ ശരിയാണല്ലോ, അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. മുതലാളി, ഞാൻ ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പറ്റില്ലെന്ന് മാത്രം പറയല്ലേ, എനിക്ക് ഒരുപാട് വിഷമാവും. എടാ നീ എന്താന്ന് വെച്ചാ ചോദിക്ക്. കുറെ നേരമായല്ലോ, ഇന്നലെ മുതൽ തുടങ്ങിയതാവൻ. മുതലാളി, ഞാൻ എന്തായാലും പറയാം. എനിക്കാണെങ്കിലേ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് സാധിക്കണം. അതിനായിട്ട് നിങ്ങൾ വിചാരിച്ച എന്തായാലും എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അതുകൊണ്ട് ചോദിക്കുക, എനിക്കൊരു 3 ലക്ഷം രൂപ കടമായിട്ട് തരാൻ പറ്റുമോ? എടാ മോനെ, 3 ലക്ഷം രൂപയോ? ചെറിയ ആഗ്രഹമൊന്നും അല്ലല്ലോടാ നിന്റേത്. അയ്യോ മുതലാളി, ഇല്ലെന്ന് മാത്രം എന്നോട് പറയല്ലേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ 2 ഐഫോൺ എടുക്കണമെന്ന്. അതുമല്ല, എനിക്കൊരു അക്കൗണ്ടും വാങ്ങണം, ഫ്രീ ഫയർ അക്കൗണ്ട്. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ 3 ലക്ഷം രൂപ ചോദിച്ചേ. നിങ്ങളെ കൊണ്ട് എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എടാ മോനെ, 3 ലക്ഷം രൂപയൊന്നും എനിക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല. എടാ നിനക്ക് ഞാൻ പൈസ തരാം, പക്ഷേ നീ എന്നത്തേക്ക് തരും? അത് നീ ആദ്യം പറ. മുതലാളി, എനിക്കൊരു 5 മാസം സമയം തന്നാ മതി. അതിനുള്ളിൽ തന്നെ ഞാൻ പൈസ അങ്ങ് തിരിച്ചു തന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിനക്കുള്ള 3 ലക്ഷം രൂപ ഇന്ന് തന്നെ നിന്റെ ബാങ്കിലേക്ക് ഇട്ട് തരാം ഞാൻ. വളരെയധികം നന്ദിയുണ്ട് മുതലാളി. ഇത്രയും വലിയ പൈസയൊക്കെ എനിക്ക് ആദ്യമായിട്ട് ഒരാള് തരാമെന്ന് പറഞ്ഞേ. 6 months later. എടാ നീ എന്നാലും എന്ത് പണിയാടാ കാണിച്ചേ? നീ കാരണമല്ലേ നമ്മുടെ നല്ലൊരു വീട് വിൽക്കേണ്ടി വന്നത്. ഇപ്പൊ നമുക്ക് സ്ഥലവും ഇല്ല, വീടും ഇല്ല. ഇപ്പതേ ഒരു ടെന്റ് അടിച്ചല്ലേ നമ്മള് താമസിക്കുന്നേ. ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം നീ ഒറ്റയടിക്കല്ലേടാ ഇല്ലാതാക്കിയേ. ശരിയാ, ഞാൻ കാരണമല്ലേ ആ വീട് ഇല്ലാതായി പോയേ. ഞാൻ എങ്ങനെയെങ്കിലും ആ വീട് തിരിച്ചു പിടിക്കുക വെച്ചാ. അതെന്തായാലും ഉറപ്പിച്ച കാര്യമാ. എങ്ങനെയെങ്കിലും ആ വീട് തിരിച്ചു പിടിക്കണം. ഓ, എന്തവസ്ഥ എന്റെ. എന്നാലും ഞാൻ എന്ത് പരാജയമാണേ. 2 ഐഫോൺ വാങ്ങി. ആ 2 ഐഫോണും ഡ്യൂപ്ലിക്കേറ്റ്. അത് മാത്രമല്ലല്ലോ, ഈ ഒരു സെക്കൻഡ് എലൈറ്റ് അക്കൗണ്ട് വാങ്ങിയത് 50,000 രൂപയ്ക്കാ. സത്യം പറഞ്ഞ ഈ അക്കൗണ്ടിനൊന്നും 50,000 രൂപ ഇല്ലല്ലോ. ഈ സെക്കൻഡ് എലൈറ്റ് ബണ്ടിലൊക്കെ റിട്ടേൺ വന്നല്ലേ. സത്യം പറഞ്ഞ ഞാൻ എന്ത് മണ്ടനാ. എല്ലാരും എന്നെ പറ്റിച്ചല്ലോ. ഐഫോണിനകത്തൊന്നും പറ്റിച്ചു, അക്കൗണ്ടിനകത്തൊന്നും പറ്റിച്ചു. എന്റെ 3 ലക്ഷം രൂപ വെറുതെ പോയി. അത് മാത്രമല്ല, ഈ 3 ലക്ഷം രൂപ എന്റെ മുതലാളിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട് വരെ വിറ്റ് കളഞ്ഞു. ഇനി എന്ത് ചെയ്യാനാ? വീടെടുക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞേ. ഇനിയിപ്പം ഫോൺ വിൽക്കാൻ പറ്റില്ല. ഈ അക്കൗണ്ടെങ്കിലും വിറ്റ് കുറച്ച് ക്യാഷ് ഒപ്പിച്ചിട്ട് ഒരു റെന്റ് വീടെങ്കിലും എടുക്കണം. അതിനായിട്ട് എന്റെ ഇപ്പൊ ഉള്ളത് ഈ അക്കൗണ്ട് വിൽക്കാന്നുള്ള ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ, ഈ അക്കൗണ്ട് വേണോന്ന്. ഞാൻ വാങ്ങിയ പ്രൈസിന് തന്നെ അങ്ങ് കൊടുത്തേക്കാം, 50,000 രൂപയ്ക്ക്. ആർക്കെങ്കിലും കൊടുക്കാം. അവരെടുക്കുവാണെങ്കിൽ എടുക്കട്ടെ. ഒരാളുണ്ട്, അവൻ അക്കൗണ്ടൊക്കെ എടുക്കുന്ന. എന്തായാലും അവനെ ഒന്ന് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു നോക്കാം. വരുമായിരിക്കും. വന്ന്. ഹലോടാ. എന്താടാ പറയടാ. എടാ, ഞാൻ ഈ അക്കൗണ്ടില്ലേ സെയിലാക്കാൻ പോവാ. അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. എടാ, നിനക്ക് വേണോന്നറിയാൻ വേണ്ടിയാ നിന്നെ വിളിച്ചേ. ആടാ, എനിക്ക് വേണോന്നൊക്കെ ഉണ്ട്. എത്രനാ നീ ഇത് കൊടുക്കുന്നേ? എടാ, അത് പിന്നെ 50,000 രൂപയാ ഞാൻ റേറ്റ് ഇട്ടേക്കുന്നേ. നീ ആയോണ്ട് ഒരു 45,000 രൂപ തന്നാ മതി. എന്തുവാടാ 50,000 രൂപയോ? ഈ അക്കൗണ്ടിനോ? എടാ നിനക്കെന്താ വട്ടാണോ? ഈ അക്കൗണ്ടിനാണോ 50,000 രൂപ? എടാ, ഇപ്പൊ അതിന് സെക്കൻഡ് എലൈറ്റ് അക്കൗണ്ടിനൊന്നും വിലയില്ലല്ലോ. സെക്കൻഡ് എലൈറ്റ് ഒക്കെ റിട്ടേൺ വന്നതല്ലേ. നീ എന്ത് മണ്ടനാണ്? 50,000 രൂപയ്ക്ക് ആരെങ്കിലും വാങ്ങിക്കുവോ? എടാ, ഇതിനൊരു 10-15,000 രൂപയ്ക്ക് തന്നെ നഷ്ടമാണ്. എന്തായാലും നീ ഒരു 10,000 രൂപയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ എടുക്കാം. ഇല്ലടാ, 10,000 രൂപയ്ക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് ഒടുക്കത്തെ നഷ്ടമാടാ 10,000 രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാ. എന്തായാലും നിനക്ക് വേണ്ടെങ്കിൽ നീ പറ, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. അയ്യോ, എനിക്ക് വേണ്ടടാ. ഈ 45,000 രൂപയ്ക്കൊന്നും ഈ അക്കൗണ്ട് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അല്ലേലും ഈ അക്കൗണ്ടിന് 45,000 രൂപയൊന്നും ഇല്ല. നീ എന്തായാലും വേറെ ആർക്കെങ്കിലും കൊടുക്കടാ, എനിക്ക് എന്തായാലും വേണ്ട. ആടാ, ഞാൻ നോക്കട്ടെ, വേറെ ആർക്കെങ്കിലും വേണോന്ന് അറിയില്ല. എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം.
ഇന്നലെ ഞാൻ എത്ര പേരോട് അക്കൗണ്ട് വേണോന്ന് ചോദിച്ചേ, ആർക്കും വേണ്ട. ഇതെന്താ സെക്കൻഡ് ലൈറ്റിന് ഇത്ര ഡിമാൻഡ് കുറവാണോ? ഷേ, ഈ അക്കൗണ്ട് എടുക്കണ്ടായിരുന്നു. ഇതിപ്പോ ആരോടാ ഒന്ന് ചോദിക്കുന്നേ? ഈ ഗെയിമിനകത്തുള്ള എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സിനോട് ഞാൻ ഇന്നലെ ചോദിച്ച്, അവർക്ക് ആർക്കും വേണ്ട ഈ ഒരു അക്കൗണ്ട്. കുറച്ചു പേരോട് കൂടി ചോദിക്കാനുണ്ട്. ഒരാളെ ഒന്ന് വിളിച്ചു നോക്കാം. റിക്വസ്റ്റ് ഇട്ട് വരും, നോക്കട്ടെ. ഹലോ ബ്രോ. ഹലോ. എടാ CS കളിക്കാടാ, CS മതി, ഫുൾ മാപ്പ് വേണ്ട. ബ്രോ, ഞാൻ കളിക്കാൻ വന്നതല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഞാൻ ഈ അക്കൗണ്ട് സെയിലാക്കാൻ പോവാ. ബ്രോയ്ക്ക് വേണോ ഈ അക്കൗണ്ട്? ആണോ? ഇതിന്റെ പ്രൈസ് എങ്ങനെയാടാ? പ്രൈസ് എങ്ങനെയാ അത് പറ. ബ്രോ, പ്രൈസ് എന്ന് പറയുമ്പോ ഒരു 50 ബ്രോ. 50,000 രൂപയാ. ബ്രോ ആയതുകൊണ്ട് പിന്നെ ഒരു 45,000 രൂപ തന്നാ മതി. വേറെ ആർക്കും ഈ ഒരു ഓഫറൊന്നും ഇല്ല. ബ്രോ ആയതുകൊണ്ടാ ഈ ഒരു ഓഫർ കൊടുക്കുന്നേ. ബ്രോയ്ക്ക് വേണമെങ്കിൽ പറ. എടാ എന്നാ എനിക്ക് വേണോടാ, എനിക്ക് വേണം. എടാ ഇത് വേറെ ആർക്കും കൊടുക്കല്ലേ. ഞാനൊരു 47,000 രൂപ ഇട്ടുതരാം. നീ അക്കൗണ്ട് ഒന്ന് തന്നെ, ഞാൻ ഒന്ന് നോക്കട്ടെ, കളക്ഷനൊക്കെ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പൊ ഇട്ടുതരാം. ബ്രോയുടെ വാട്സപ്പിൽ ഐഡിയും പാസ്വേഡും ഞാൻ ഇപ്പൊ ഇട്ടുതരാവേ. ബ്രോ എന്തായാലും കളക്ഷനൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിയാൽ മതി. ആടാ എനിക്ക് തന്നെ വേണം. എന്തായാലും ഞാൻ കളക്ഷനൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാം. വേറെ ആർക്കും കൊടുക്കല്ലേ. നീ ഇപ്പൊ ഐഡിയും പാസ്വേഡും അയച്ചു തന്നാ. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പൊ ഐഡിയും പാസ്വേഡും വാട്സപ്പിൽ ഇട്ടുതരാം. അങ്ങനെ അക്കൗണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അവൻ എന്തായാലും എടുക്കുമെന്നാ തോന്നുന്നേ. 47,000 രൂപയൊക്കെ തരുമെന്നാ പറഞ്ഞേക്കുന്നേ. എനിക്ക് അത് തന്നെ ധാരാളം. അവൻ എടുക്കുമായിരിക്കും. എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. ആർക്കും കൊടുക്കല്ലെന്നൊക്കെയാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് എടുക്കുമായിരിക്കും. എന്തായാലും അങ്ങനെ അക്കൗണ്ട് സെയിലാവാൻ പോവല്ലേ. ഞാൻ എന്തായാലും പോയിട്ട് അവൻ അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും ഇട്ട് കൊടുക്കട്ടെ. എന്നാലും അവൻ എന്ത് പന്ന പരിപാടിയാ കാണിച്ചേ. എന്റെ അക്കൗണ്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ ഒരു ദിവസമായി. ഇതുവരെ പൈസ അയച്ചു തന്നില്ലല്ലോ. എനിക്കിപ്പോ ആ അക്കൗണ്ടിലും കേറാൻ പറ്റുന്നില്ല. അവൻ എന്തോ പന്ന പരിപാടിയാ കാണിക്കുന്നേ. ഈ അക്കൗണ്ടിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെന്നാ തോന്നുന്നു. ഉണ്ട്. അവനെ എന്തായാലും വിളിച്ചിട്ടുണ്ട്. മൈക്ക് ഓണാക്കട്ടെ. ഹലോ. ഹലോടാ, എന്റെ അക്കൗണ്ട് എന്തിയേ? എടാ, നീ അക്കൗണ്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ ഒരു ദിവസം ആയല്ലോ. പൈസ അയച്ചു തന്നില്ലല്ലോ ഇതുവരെ. അക്കൗണ്ട് എന്താടാ? എനിക്ക് അക്കൗണ്ടിലൊന്നും ഇപ്പൊ കേറാൻ പോലും പറ്റുന്നില്ല. അതെന്താ? നീ അതിന്റെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്തോ? എന്നിട്ട് പൈസ എന്താ അയക്കാത്തെ? നീ അത് പറ ആദ്യമേ. ഏത് അക്കൗണ്ടാടാ? എവിടുത്തെ അക്കൗണ്ട്? ഒന്ന് പോയാടാ. നിന്റെ ഒരു അക്കൗണ്ട് എന്റെ ഇല്ല. നീ ഏതാ? എടാ, എന്റെ അക്കൗണ്ട് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ പന്ന പരിപാടി കാണിക്കുന്നോ? എടാ, അക്കൗണ്ട് മര്യാദയ്ക്ക് താളാ തിരിച്ച്, അല്ലെങ്കിൽ നീ എന്റെ പൈസ താ. എടാ അക്കൗണ്ടൊക്കെ ഞാൻ മറിച്ചു വിറ്റടാ. നീ അതൊന്നും അറിഞ്ഞില്ലേ? എടാ അക്കൗണ്ട് ഞാൻ മറിച്ചു വിറ്റ്. എടാ നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ എൻ്റെ കൂടെ 1v1 കളിക്കണം. ആ ഒരു കളിയിൽ നീ ജയിക്കുവാണെങ്കിൽ നിന്റെ പൈസ ഞാൻ തിരിച്ചു തരാം. എന്ത് പറയുന്നു? നീ ജയിക്കുവോ? ഓക്കേടാ, ഞാൻ ജയിക്കുമല്ലോ. ഞാൻ എന്തായാലും ജയിക്കും. എടാ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് പൈസ തിരിച്ചു തന്നില്ലേലാ. എന്റെ സ്വഭാവം മാറുന്നേ അറിയാലോ. 47,000 രൂപ നീ പറഞ്ഞേക്കുന്നേ. ആ 47,000 രൂപ 1 രൂപ പോലും കുറയല്ലേ. നീ പൈസ തിരിച്ചു തന്നോണം, കേട്ടാ പറഞ്ഞേ. ആടാ തരാടാ. ഞാൻ എന്തായാലും പോയി കഷ്ടപ്പെടട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാവേ. A few moments later. A few moments later. എടാ നീ ജയിക്കുമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എന്തേ? ഒരു കളിയെങ്കിലും നീ ജയിച്ചോടാ. എടാ നിനക്ക് എന്തുവാ വേണ്ടേ? പൈസയോ? പൈസയല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് ഒരു പൈസ ഞാൻ തരത്തില്ല. എടാ അങ്ങനെ പറയല്ലേടാ. എന്റെ പൈസ തിരിച്ചാടാ. എടാ എനിക്ക് കളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടല്ലേ. എന്റെ പൈസ തിരിച്ചാടാ. എടാ എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ കളിക്കാം. എന്ത് പറയുന്നു? പോയോ? അവൻ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? എന്റെ അക്കൗണ്ടും പോയി, എന്റെ പൈസയും പോയി, എല്ലാം പോയി. ഇനി എന്തോ ചെയ്യും ഞാൻ? സത്യം പറഞ്ഞ ഞാൻ എന്ത് പരാജയമാ.